ഇന്നലത്തെ എപ്പിസോഡ് കൊണ്ട് തന്നെ സോളോ ലെവലിൻ്റെ ഫസ്റ്റ് സീസൺ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ടോട്ടൽ 12 എപ്പിസോഡ് ഉണ്ടായത്. ഇന്നലെ 15ാമത്തെ എപ്പിസോഡാണ് റിലീസായിട്ടുള്ളത്. സോ അതോടുകൂടി ആ ഒരു സീസൺ 1 ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി. സോ എനിക്ക് ആനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ കിഡിലെ ആനിമ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഈ ആനിമേൻ്റെ വേൾഡിനും സ്റ്റോറി ലൈൻ കാര്യങ്ങളെല്ലാം മുന്നത്തെ ആനിമയിലും കാര്യങ്ങളിലും കേട്ട ക്ലീഷ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ പോലെ തന്നെയാണെങ്കിലും നമ്മളിപ്പോൾ നോക്കിയാൽ ജുഡ്സു കൈസനൊക്കെ ഇതായിട്ട് നല്ല ഇരിക്കുന്ന സാമ്യമുള്ള പോലെ എനിക്ക് തോന്നി. സോ അതേപോലത്തെ ഒരു മോൺസ്റ്റർ ഹണ്ടർ വേൾഡിലാണ് ഒരു കഥ നടക്കുന്നത്. സോ അതിനകത്ത് തന്നെ കുറച്ച് നല്ല പുതുമയുള്ള കാര്യങ്ങൾ കോൺസെപ്റ്റ്സ് എല്ലാം ഇതിനകത്ത് ആഡ് ആക്കിയിട്ടാണ് ഈ ഒരു ആനിമ മുന്നോട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തന്നെ ഒരു ഫ്രഷ്നെസ് ഈ ആനിമ തരുന്നുണ്ട്. എസ്പെഷ്യലി മാംഗയും ആനിമയൊന്നും ഞാൻ വായിച്ചിട്ടില്ല. കുറേ ഫ്രണ്ട്സൊക്കെ സജസ്റ്റ് ചെയ്തിരുന്നു, ബട്ട് വായിച്ചില്ല. ആനിമ ഇറങ്ങിയിട്ട് തന്നെ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ വായിച്ചില്ല. അതിൻ്റെ ഒരു വേൾഡേക്കെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മുന്നേ നമ്മളാണ്ട് ആനിമേഷൻ കഴിഞ്ഞിട്ട് നല്ലിരിക്കുന്ന സമയം തോന്നുന്നുണ്ട്. എസ്പെഷ്യലി എനിക്ക് നല്ലിരിക്കുന്ന സമയം ജുഡ്സു കൈസൻ തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ സീസൺ 2 ആയിട്ട് നല്ലിരിക്കുന്ന സമയം തോന്നി. സോ അതിൻ്റെ സ്റ്റോറിയിൽ നടക്കുന്ന ഒരു മോൺസ്റ്റർ ഹണ്ടർ വേൾഡാണ്. ഈ മോൺസ്റ്റേഴ്സ് വേറെ, പിന്നെ ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞ ഹ്യൂമൻ കാറ്റഗറി വേറെ. സോ അതിനകത്ത് ഹണ്ടേഴ്സിലൊരു ജിൻമു എന്ന് പറഞ്ഞ ക്യാരക്ടർ. ആ ജിൻമു എന്ന് പറയുമ്പോൾ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ഹണ്ടറാണ്. ഈ റാങ്ക് ഹണ്ടർ എന്നാണ് അതിന് പറയുക. സോ അങ്ങനത്തെ ഒരു ഹണ്ടർ തന്നെ മോൺസ്റ്റേഴ്സിൻ്റെ റെലമിലെ ഒരു ഗേറ്റിലേക്ക് അകപ്പെടുന്നു. സോ അതിനുശേഷം മനസ്സിലായ ക്യാരക്ടർ പിന്നെ റീഅവേക്കൻ ചെയ്യുന്നതും, സോ അതിനുശേഷം ക്യാരക്ടർ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ ആ വീക്കസ്റ്റ് ഹണ്ടറിൽ ഏറ്റവും മുകളിലായിട്ട് ഏറ്റവും ബെസ്റ്റ് ഹണ്ടറായിട്ട് എങ്ങനെ മാറുന്നതെന്നുള്ള കാണിക്കുന്ന ഒരു ആനിമയാണ്. സോ ഇതിനകത്തുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സാധനം തോന്നിയത്. അതായത് നമ്മളിപ്പോൾ ഗെയിമെല്ലാം കളിക്കൂലേ, അതേപോലെ സാധനം ഇതിൻ്റെ അതൊരു സാധനം വെച്ചിട്ടുണ്ട്. കൂടുതൽ പറഞ്ഞ സ്പോയിലർ ആയി പോകുമെന്ന് അറിയില്ല, ബട്ട് അങ്ങനത്തെ ഒരു കാര്യം ഇതിനകത്ത് കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്രഷ്നെസ് തോന്നി ആനിമെ. എനിക്ക് ആ ഒരു കോൺസെപ്റ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞ ഒരു ഗെയിം കളിക്കുന്ന പോലെ നമുക്ക് ഈ ഒരു ആനിമ കണ്ട് ഇങ്ങനെ പോകാം. അങ്ങനത്തെ ഒരു ഫീലിംഗ് നൽകി. ആ ഗെയിം മോഡ് നല്ല രീതിക്ക് തന്നെ അത് നമ്മൾ എൻഗേജിങ് ആക്കേണ്ടത്. അടുത്തത് എന്ത് സംഭവിക്കും, അടുത്ത ഇവർ എന്ത് തരും എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, അതന്നെ ഭയങ്കര തന്നെയാണ്. ഇവരെ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലും കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ ഇത് ഇങ്ങനെ ആയിരിക്കും, ഈ ഒരു ക്യാരക്ടർ പതിയെ മെല്ലെയാണ് ഡെവലപ്പ് ആവാമെന്ന് വിചാരിച്ചത്. ബട്ട് ഈ 12 എപ്പിസോഡും കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് കാണാം. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡ് ഇട്ടിട്ട് ഒരു 12ാമത്തെ എപ്പിസോഡ് എത്തുമ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് അത്രയ്ക്കും മികച്ച തന്നെയാണ്. ഈ 12 എപ്പിസോഡ് കൊണ്ട് തന്നെ ക്യാരക്ടർ കാണിക്കുന്ന സാധനങ്ങൾ ഗംഭീരമാണ്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളിലാണ്. അതായത് ഓരോ എപ്പിസോഡിലും ഒരു കിടിലം ഫൈറ്റ് സീക്വൻസ് ഉണ്ടാവും. ഏതോ ഒരു എപ്പിസോഡിലെ ഒരു ഫൈറ്റ് സീക്വൻസ് ഇല്ലാത്തൊരു എപ്പിസോഡിലാണ് മൊത്തം കോൺവെർസേഷൻ മേളിൽ പോകുന്നത്. ബാക്കി എല്ലാ എപ്പിസോഡും ഗംഭീര ഫൈറ്റ് സീക്വൻസ് ആണ്. ആനിമേഷനിലേക്ക് ഞാൻ വരാം, ആനിമേഷൻ്റെ കാര്യം പറയാൻ വേണ്ട. സോ ഫൈറ്റ് സീക്വൻസ് ഗംഭീരമാണ്. ഇടയ്ക്ക് ഒരു മിനി ആയിട്ടുള്ളൊരു ഫ്ലോ ആയിട്ടുള്ള ആനിമേഷൻ കൊണ്ടുവരുന്നുണ്ട്. ബട്ട് അധികം ഫ്ലോലെസ് തന്നെയാണ്. ആ ഫ്ലോ ആയിട്ടുള്ള ആനിമി ഫ്ലോലെസ്സും കൂടി കൂടുമ്പോഴുള്ളൊരു ഇതുണ്ട്. ഇപ്പോൾ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റും ഈ പ്ലേ എല്ലാം വരുമ്പോൾ നല്ല ഇങ്ങനെ മികച്ചായിട്ട് നിൽക്കുന്ന ഒരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളെല്ലാം. സോ ഫൈറ്റ് സീക്വൻസ് മാത്രം കാണാണെങ്കിൽ ഈ ഒരു ആനിമ കാണാം. എനിക്ക് തോന്നി ഈ ഒരു വർഷത്തെ ജുഡ്സു കൈസൻ സീസൺ 2 ആണ് ഏറ്റവും കൂടുതൽ കിടിലം ഫൈറ്റ് സീക്വൻസുള്ള ആനിമ തന്നെയാണ്. ബട്ട് ഇതിൻ്റെ അകത്തുള്ള ഫൈറ്റ് സീക്വൻസും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ജുഡ്സു കൈസൻ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നി. അതാണ് ഞാൻ പറഞ്ഞ കുറേ സാധനങ്ങൾ ജുഡ്സു കൈസനായിട്ട് റിലേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി, അവരൊരു സ്റ്റോറി ലൈനും കാര്യങ്ങളെല്ലാം ആയാലും. സോ ഇനി ആനിമേഷനിലോട്ടേ വരാം. ആനിമേഷൻ ഒരു രക്ഷയില്ലാത്ത ആനിമേഷൻ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇഷ്ടമായൊരു സാധനം ആനിമേഷനാണ്. ഫൈറ്റ് സീക്വൻസിനെ കാട്ടും ഇഷ്ടമായെന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു ആനിമേഷനുള്ള ആനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഡീമൺ സ്ലെയറാണ്. ചിലർക്ക് ഡീമൺ സ്ലെയറിൻ്റെ ആനിമേഷൻ ഇഷ്ടമല്ല. ഇപ്പം എൻ്റെ ഫിസിക്സിൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇഷ്ടമല്ല. ബട്ട് അതിൻ്റെ ആനിമേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഒരു ആനിമ ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനത്തെ ഒരു ആനിമേഷനുള്ള. സോ എനിക്ക് ചിലപ്പോൾ സോളോ ലെവലിങ് ആ ഒരു ആനിമേഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് തോന്നി. അതേപോലെ ഒരു ആനിമേഷൻ സൈസോ ക്യാരക്ടേഴ്സ് പോലെ അങ്ങനെയല്ല. ബട്ട് അതേപോലെ ആനിമേഷൻ കളർ ഗ്രേഡിങ് ആയാലും കളറിങ് ആയാലും എല്ലാം അതേപോലെ തന്നെ നല്ല തന്നെ റിലേറ്റഡ് ആയിട്ട് തോന്നി. സത്യം പറഞ്ഞാൽ അത് ഗംഭീരമായിട്ട് തന്നെ ഒരു കളർ ഗ്രേഡും കാര്യങ്ങളും ഈ ആനിമേഷനിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നല്ല ബ്ലഡ് ഷെഡും ആ ഒരു ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നല്ല ഒരു ചോര തെറിക്കുന്ന സംഭവം അത്ര നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് എത്ര എന്താ പറയുക നല്ല കട്ടിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. സോ അങ്ങനത്തെ ഈ ബ്ലൂ കളറിഷ് ആയാലും അങ്ങനത്തെ നല്ല കാര്യങ്ങൾ എടുത്തെടുത്ത് കാണിക്കാൻ കൊണ്ട് നല്ല ആനിമേഷൻ കാണാൻ വേണ്ടി. അത് ഫൈറ്റ് സീക്വൻസിലേക്കെല്ലാം വരുമ്പോഴുള്ള രസം വേറെ തന്നെയാണ്. ഇപ്പോൾ കത്തിയെടുത്തിട്ട് അടിക്കുമ്പോൾ സീക്വൻസ് എല്ലാം ഉണ്ട്. അതെല്ലാം തീ പാറുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു രോമാഞ്ചൊക്കെ വരും. അങ്ങനത്തെ ഈക്കുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ വീക്കെൻഡ് ആക്കിയിട്ട് എല്ലാ സാറ്റർഡേ ആണ് ഈ ഒരു 12 എപ്പിസോഡ് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. സോ ഇനി 12ാമത്തെ എപ്പിസോഡ് നിർത്തി തന്നെ ഒരു പ്രത്യേക തരത്തിലാണ് നിർത്തിയിട്ടുള്ളത്. ഈ സീസൺ 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്. സീസൺ 2 വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ടോട്ടൽ 6 സീസൺസ് ആണെന്ന് അറിയാം. 6 സീസൺസ് ആണെന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്. സോ എല്ലാം കൊണ്ട് മികച്ചൊരു ആനിമയായിട്ട് തന്നെ തോന്നും. ടോട്ടൽ ഫ്രഷ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു ആനിമ ഇല്ലെങ്കിലും ഇതിൻ്റെ ഒരു ഫ്രഷ്നെസ് നല്ലൊരു പുതുമയുള്ളൊരു ആ കോൺസെപ്റ്റ് കൊണ്ടുപോകാൻ തന്നെ നമുക്ക് ആ ഒരു ടോട്ടൽ ആ ഒരു ആനിമ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു ആനിമയിൽ ആ ഒരു ക്യാരക്ടർ തുടങ്ങിയിട്ട് ഈ ഒരു അവസാനം ഈ 12ാമത്തെ എപ്പിസോഡിൽ എത്തുമ്പോൾ എവിടെ എത്തിയെന്നുള്ളൊരു തോട്ടുണ്ടല്ലോ നമ്മൾ മനസ്സിൽ വരും. സോ കിട്ടില്ല ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആയിരുന്നു.
ലാസ്റ്റ് ഇഗ്രീസ് നല്ലൊരു വേറെ ക്യാരക്ടറെല്ലാം വരുമ്പോൾ രോമാഞ്ചം എന്ത് ചെയ്യുന്നു. ആ ഒരു ക്യാരക്ടറായിട്ടുള്ളൊരു കുറച്ച് സാധനങ്ങളിലുണ്ട്, അത് സ്പോയിലറായി പറയുന്നില്ല. പിന്നെ 12 എപ്പിസോഡിൽ കാണിച്ച സ്റ്റോറി ഫുള്ളി കംപ്ലീറ്റഡ് അല്ല എന്ന് പറയുന്നത്. അതായത് ഈ ജിനുവിന് ക്യാരക്ടറായിട്ട് ബേസ്ഡ് ആയിട്ട് തന്നെ ഒരു കാര്യം ഇങ്ങനെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ 100 ഓർഗനൈസേഷൻ്റെ ഒരു കാര്യങ്ങൾ ഒരു ആനിമേനെ പറഞ്ഞുകൊണ്ട് ഈ ജിനുവിൻ്റെ ക്യാരക്ടർ അല്ലാണ്ട് ഈ ഒരു സ്റ്റോറിയിൽ മുന്നോട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളിലുണ്ട്. അതൊന്ന് മൊത്തമായിട്ട് ഒരു 12 എപ്പിസോഡ് കൊണ്ട് ഇവർ കംപ്ലീറ്റ് ആക്കിയിട്ടാന്ന് തന്നെ പറയേണ്ടി വരിക. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പെൻഡിങ് ആക്കിക്കൊണ്ടാണ് ഈ ഒരു 12ാമത്തെ എപ്പിസോഡ് നിർത്തിയിട്ടുള്ളത്. ആ ജിനുവിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ലെഗസിയും കാര്യങ്ങളും ഒരു 12ാമത്തെ എപ്പിസോഡ് തന്നെ നിർത്തിയിട്ടില്ല. ഇനിയും കുറേ കാര്യങ്ങളെല്ലാം കാണിക്കാനുണ്ട് എന്നൊന്നും കാണിച്ചുകൊണ്ടാണ് ഈ ആനിമ നിർത്തുന്നത്. സോ അടുത്ത സീസൺ 2ക്ക് വേണ്ടി കട്ട് വെയിറ്റിംഗാണ്, കണ്ടന്റ് അറിയണം എന്താ സംഭവിക്കുകയാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ സോളോ ലെവലിംഗ് ആനിമ. എൻ്റെ ഫൈറ്റ് സീക്വൻസ് ആയാലും ആനിമ ആയാലും എല്ലാം കൊണ്ട് ഗംഭീരമാണ്. കണ്ടിട്ടില്ലാത്തവർ എന്തായാലും ഈ ആനിമ ട്രൈ ചെയ്ത് നോക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.